Good morning, all. Good morning. താങ്ക് യു മാം. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഷെജില മാം ആണ്. മാം ബിംബിൾ ഫാക്കൽറ്റി ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്, സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. ക്ലിയർ അല്ലേ? അതെ. ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. മോർണിംഗ്. Good morning. എല്ലാരും സേഫ് അല്ലേ? സേഫ് ആണ്. ഓക്കെ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോ മാം പരിചയപ്പെടുത്തിയില്ല എന്നെ, പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. എൻ്റെ പേര് ഷെജില എന്നാണ്, വിംബിൾ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് റെമഡിയൽ ട്രെയിനറായിട്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. എല്ലാരും കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായിട്ടുള്ള സ്റ്റീഫൻ ആർ കോവി, അദ്ദേഹമാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക് അദ്ദേഹം എഴുതിയതാണ്. അതിലാണ് ഈ ഒരു ആശയം അദ്ദേഹം കൊണ്ടുവന്നത്. അതിൽ പറയുന്നത് മനുഷ്യബന്ധങ്ങളില് വിശ്വാസവും സ്നേഹവും വളർത്തുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു ഉപമയായിട്ടാണ് ഈ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് സാധാരണ നമ്മളായിട്ട് യൂസ് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പണല്ലേ, പണമിടപാട്. മണി ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ നമ്മളൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ. എന്നാൽ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബന്ധം ശക്തമാവണമെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ വിഡ്രോവല് കുറവായിരിക്കണം എന്നുള്ളതാണ് അതില് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ആവശ്യങ്ങൾ പലതായിരിക്കും അല്ലെ. നമ്മള് ഈ ഒരു 1000 രൂപ നമ്മളെ അക്കൗണ്ടിൽ വെച്ചിട്ട് നമ്മളൊരു 10,000 രൂപ പിൻവലിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവാ? കിട്ടൂല അല്ലെ? അതെ. അപ്പൊ നമ്മളെ ഡെപ്പോസിറ്റ്, നമ്മളെ അക്കൗണ്ടിൽ അവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് അത്ര നമുക്ക് ആവശ്യമുള്ളത് കിട്ടുള്ളൂ. ശരിയല്ലേ? അതെ. അപ്പോ നമ്മളെ ലൈഫിൽ ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹവും കരുതലും വിശ്വാസവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് വേണം. അതൊന്നും നമ്മൾ നിക്ഷേപിക്കുന്നില്ല. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാണ്ട് ഇങ്ങോട്ട് സ്നേഹവും ബഹുമാനവും ക്ഷമയും അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വേണമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മ അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ അത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നേരത്തെ 1000 രൂപ ഇട്ടിട്ട് 10,000 രൂപ പിൻവലിക്കുന്ന പോലെ ആവുമല്ലോ അല്ലെങ്കിൽ. അപ്പോ നമ്മൾ ചെയ്യാണ്ട്, നമ്മൾ നിക്ഷേപിക്കാണ്ട് നമ്മൾ ഇങ്ങോട്ട് പിൻവലിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല പലപ്പോഴും. ഇതാണ് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. രണ്ട് ഫ്രണ്ട്സ് അപ്പൊ അതില് ഒരാൾക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നു. അപ്പോ മറ്റേയാള് വന്നിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്ക് ഇതുപോലെ എന്തോ ബുദ്ധിമുട്ട് വന്നു. അപ്പോഴും ആള് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധത്തില് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു അവിടെ അല്ലെ. പരസ്പരം എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ
എന്റെ ഫ്രണ്ട് സഹായിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാനും സഹായിക്കുന്നുണ്ടാവും. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് എപ്പോഴും ഇപ്പൊ നമുക്കൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരായാലും നമ്മളായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ ഒരു ഇത് നിൽക്കുന്നവരാണെങ്കിൽ നമുക്കത് കിട്ടും. അതേ സ്ഥാനത്ത് വേറൊരു എക്സാമ്പിൾ പറയാം. അതുപോലെ 2 ഫ്രണ്ട്സ് അതില് ആവശ്യമുള്ളപ്പോ മാത്രം കോണ്ടാക്ട് ചെയ്യുകയും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാള്, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആൾക്ക് സഹായം വേണ്ട സമയത്ത് ചിലപ്പോ നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല അല്ലെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളായാലും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആയിരുന്നു. കാരണം അങ്ങോട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആള് വിളിക്കുക, അന്വേഷിക്കുക, അല്ലെങ്കിൽ ക്യാഷ് കടം ചോദിക്കുക അല്ലെ, സ്ഥിരം ആ ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇപ്പൊ പെട്ടെന്നൊരു ആവശ്യം വന്നു, അപ്പൊ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഒരാളടുത്ത് നിന്ന് പൈസ ഇങ്ങനെ അത് 2-3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും മറ്റാൾക്ക് അത് മനസ്സിലാവുക. അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഒരാവശ്യത്തിന് വിളിച്ച അയാളെ കിട്ടൂല, അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നിലനിൽക്കുന്നില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ കോള് പോലും എടുക്കൂല അല്ലെ, പിന്നെ അത് ആവർത്തിക്കുമ്പോ. ശരിയല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഒരു കേസിൽ എന്ന് പറഞ്ഞാല് ആൾക്ക് സഹായം കിട്ടിയില്ല ചോദിച്ചപ്പോ. അതിന്റെ കാരണം എന്താണ്? ആ ആളുടെ അക്കൗണ്ട് 0 ബാലൻസിലായിരുന്നു. അതായത് ആ ഒരു ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ബന്ധങ്ങളിലെ പരസ്പരം ബാലൻസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നത് അല്ലേ? പൊതുവെ അങ്ങനെയാണ്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ അക്കൗണ്ടില്, നമ്മളുടെ ഒക്കെ അക്കൗണ്ടില്, ഇമോഷണൽ അക്കൗണ്ടില് പണം നിക്ഷേപിക്കാൻ പറ്റുമോ നമുക്ക്? പണം നിക്ഷേപിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുമോ? ഇല്ല അല്ലെ? അപ്പോ ഇവിടുത്തെ നമ്മളെ ഡെപ്പോസിറ്റ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് നോക്കാം. എന്താണ്? ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളത്, അതായത് ആക്റ്റീവ് ലിസണിങ്. അതുപോലെ വാക്ക് പാലിക്കുക, നന്ദി പറയാ, ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അഭിനന്ദിക്കുക, സമയം കൊടുക്കുക, അതായത് ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സമ്മതിക്കുക അല്ലെ, അതിനും ന്യായീകരിച്ചും വാദിച്ചും നിൽക്കാണ്ട്, അല്ലെങ്കിൽ ആ കുറ്റം അവരുടെ മറ്റുള്ള ആളെ തലയിൽ കെട്ടിവെക്കാതെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സോറി അത് പറയാനുള്ള ഒരു മനസ്സുണ്ടാവുക, ക്ഷമ ചോദിക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് അല്ലേ? ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റ്. ഇപ്പൊ നമുക്കറിയാം ഡെയിലി ലൈഫിൽ എന്താവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഒരു റിലേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നല്ല ടയേർഡാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ട്, ആ ഒരു സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫോ വന്നിട്ട് ജസ്റ്റ് അതിന്റെ നമുക്കൊക്കെ സൊല്യൂഷൻ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതല്ലേ, നമുക്ക് അതിന്റെ എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാ, അതാണോ നമുക്ക് ആവശ്യം? നമുക്ക് ചിലപ്പോ ഒന്ന് നമ്മളെടുത്ത് ഇരുന്നാ മതി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്ന് കേട്ടാ മതി അല്ലേ? ഇപ്പൊ തന്നെ നമ്മൾക്ക് കുറപ്പായിട്ട് ആശ്വാസം കിട്ടാറില്ലേ? അപ്പോ ഇവര് വന്നിട്ട് ഫുഡ് കഴിച്ചോ, ക്ഷീണുണ്ടോ, റെസ്റ്റ് എടുക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ചിലപ്പോ അത് മതി. ആ സ്ഥാനത്ത് ആള് നമ്മൾ എന്തെങ്കിലും വിഷമായിട്ടിരിക്കുന്ന കരയുന്നത് കണ്ടാൽ പോലും ഒരു മൈൻഡ് വെക്കാതെ അങ്ങനെ പോവാ അല്ലെ, നമ്മൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ തന്നെ ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലോ എന്തായിരിക്കും നമ്മുടെ ഫീല്? ഒന്നുകൂടെ വിഷമാവും അല്ലേ? അപ്പൊ അതൊക്കെ ഇത് നമ്മൾ കൊടുക്കുക, ഈ ചെറിയ ചെറിയ കാര്യങ്ങള് അത് കൊടുക്കുക എന്നുള്ളതാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി വിഡ്രോവൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
വിഡ്രോവൽ പലപ്പോഴും എന്താണ് നമ്മളെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അതായത് കള്ളം പറയാ, കമ്പയർ ചെയ്യുക, അവഗണിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക, നമ്മളൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക, പരിഹസിക്കുക, കുറ്റം പറയാ, വാക്ക് പാലിക്കാതിരിക്കുക, അപമാനിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് പറയാം അല്ലെ. നമ്മളൊക്കെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെറുതാക്കി പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ഇല്ല. അതെ, വാക്ക് പാലിക്കാതിരിക്കുക, ബഹുമാനം തരാതിരിക്കുക, വിശ്വാസ വഞ്ചന കാണിക്കുക, ഇതൊക്കെയാണ് എന്ത് നമ്മൾ ചെയ്യുന്ന വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പോ മിക്ക ബന്ധങ്ങളും തകരുന്നത് വലിയ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടായിരിക്കൂല അല്ലെ. അതെങ്ങനെയാ നടക്കാറ്? ദിവസേന നടക്കുന്ന ഇത്തരം ചെറിയ വിഡ്രോവലുകൾ കൊണ്ടാണ് ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുന്നത് അല്ലെ. സാധാരണ ഒരു ബന്ധം വലിയൊരു പ്രശ്നം വന്നാലേ അത് ഇതാവുള്ളൂ എന്നൊന്നുമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങള് അല്ലെ, നമുക്കൊരു ഇത് തരാതിരിക്കുക, ഒരു ടൈം, അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു ഗ്യാപ്പ് വന്നു തുടങ്ങും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ നമുക്ക് മാനസികമായൊരു അകൽച്ചയൊക്കെ വരാറില്ലേ. അത് ഈ വിഡ്രോവല് വരുമ്പോഴാണ്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൊളീഗ്സ്, നമ്മൾ ഒപ്പം വർക്ക് ചെയ്യുന്നവരോ ആരായിക്കോട്ടെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് എന്താണ്? അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ വിഡ്രോവൽ ആണോ അവിടെ നടത്തിയിട്ടുള്ളത്? നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ടോ നമ്മളെ കുട്ടികളുടെ അടുത്ത്, നമ്മളെ ഹസ്ബൻഡിന്റെ അടുത്ത്, അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത്, നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെ ഡെപ്പോസിറ്റ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്താ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കാം അല്ലെ. നമ്മൾ ഡെയിലി ഇത് രണ്ടും ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? അറിയാതെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ പലപ്പോഴും നമുക്കൊരു വിഷമം ഉണ്ടാവുന്ന സമയത്തായിരിക്കും ചിലപ്പോ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അതെന്താണ് നമ്മളെ വിഷമത്തോടു കൂടി ആയിരിക്കും അത് ആലോചിക്കുന്നത്, നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. ഇതുപോലെ ദിവസവും ചെയ്യുന്ന ചെറിയ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഇത് വളരുന്നത് അല്ലെ. അതുപോലെ തന്നെ സ്നേഹവും, ചെറിയ ചെറിയ കാര്യങ്ങള്, ഒരു നല്ല ബന്ധം വളരാനായിട്ട് വലിയ സമ്മാനങ്ങളോ ഗിഫ്റ്റുകളോ ചിലപ്പോ വേണ്ടി വരില്ല. ചെറിയ ചെറിയ കരുതലുകൾ മതിയാവും അല്ലെ. നമ്മൾ വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട്, ഒരു സിനിമയിലില്ലേ, പരസ്പരം ഭർത്താവ് ഭാര്യനെ അടിക്കുന്നു, അപ്പൊ തന്നെ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടെ എന്താ വല്ല ഹാപ്പിനെസ് എന്തെങ്കിലും, മൈൻഡ് ക്ലിയർ ആവും, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അത് ആ ഒരു മുറിവ് ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ മൈൻഡിലാണല്ലേ അതിൽ ആ ഒരു ഇത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കണം അല്ലെ. അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു വലിയ വലിയ ഗിഫ്റ്റുകളിലല്ല ആ ഒരു റിലേഷൻ നിൽക്കുന്നത് എവിടെയാ? ചെറിയ കരുതലുകൾ കൊണ്ട്, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഡെപ്പോസിറ്റുകള്. ഈ ഡെപ്പോസിറ്റുകള് എത്ര കൂടുതലുണ്ടോ അത് അതേപോലെ നമുക്ക് തിരിച്ചും കിട്ടൂലേ. അല്ലാതെ ഒരു മനസ്സുകൊണ്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരു എന്താ പറയാ സമാധാനം, ഒരു സന്തോഷം ഉണ്ടാവൂല. ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാതെ അടുത്തൊരു കാര്യം ചെയ്യാൻ ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ടൊരു മനസ്സോടെ ആയിരിക്കില്ല ഉണ്ടാവുക അല്ലെ. അവിടെ നമ്മളെപ്പോഴും ഇത് ക്ലിയർ ചെയ്താണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൈൻഡിൽ ഇങ്ങനെ കിടക്കൂലേ.
സാധാരണ ബന്ധങ്ങളില് ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു ചെറിയ പിണക്കായിരിക്കും, അത് പറഞ്ഞ് സോൾവ് ചെയ്യാണ്ട് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലെ. ഉള്ളില് ആ ഒരു വിഷമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ കൂടി 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 കൂടിയാണ് എന്തുണ്ടാവുക, നേരത്തെ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളുടെ ആ ഒരു തകർച്ച തുടങ്ങുക, ആ ഗ്യാപ്പ് വരിക. ഇതിങ്ങനെ ഒരുപാട് വരുമ്പോഴാണ് ശരിക്കും ഇത് പൊട്ടിത്തെറിയൊക്കെ ആവാം. അപ്പോ ഒരു കാരണം നോക്കണ സമയത്ത് എന്താണ്, ഇതിങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുക, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതിനു മുമ്പ് വലിയ പ്രോബ്ലംസ് അവിടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ട് വലിയതായിട്ടുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നത് അല്ലെ. അപ്പോ ചെറിയ ചെറിയ ഡെപ്പോസിറ്റുകളും ചെറിയ ചെറിയ വിഡ്രോവലുകൾ വളർന്നു വന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സ്നേഹവും വിശ്വാസവും അതുപോലെ തന്നെ തിരിച്ചു കുറയുന്നതിനും ഉള്ള കാരണം, കൂടുന്നതിനും കുറയുന്നതിനും ഉള്ള കാരണം ഈ ചെറിയ കാര്യങ്ങൾ. അതാണ് ആ ബുക്കില് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കില് ഈ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യബന്ധങ്ങളിൽ വിശ്വാസവും സ്നേഹവും വളർത്തുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു ഉപമയാണ് ഈ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് എല്ലാവരുടെയും അക്കൗണ്ടില് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടില് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല കാര്യങ്ങളും അതുപോലെ വിഡ്രോവലുകൾ കുറയ്ക്കുകയും ചെയ്താൽ മാത്രമാണ് നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള സമാധാനത്തിനായിട്ടുള്ള ഒരു ലൈഫ് നമുക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതേപോലെ നമുക്ക് ഇങ്ങോട്ട് തരാനുള്ളൊരു മനസ്സും അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അപ്പോ ഈ ഒരു ചെറിയ ടോപ്പിക് ആയിരുന്നു ഞാൻ ഇന്ന് നോക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ നെറ്റ് ഇഷ്യൂ ഉണ്ട് എല്ലായിടത്തും അല്ലേ, കരണ്ടിന്റെ പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും സേഫ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളണം. അവരുടെ എന്താ അവരുടെ നേച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ഉൾക്കൊണ്ട് അവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. പലരും പല സ്വഭാവക്കാരാണല്ലോ. അപ്പോഴ് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താ അറിഞ്ഞിട്ട് ആയാലും മക്കളായാലും എല്ലാം അവരുടെ ഇഷ്ടത്തിന് നിൽക്കാൻ കഴിവതും ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു മാം. നല്ല ക്ലാസ്. താങ്ക് യു മാം. നമ്മള് ഇഷ്ടത്തിന് നിന്നാലും ചിലപ്പോ അത് കിട്ടണമെന്നില്ല അല്ലെ. ചില സ്ഥലത്ത് ഇപ്പൊ റിലേഷൻഷിപ്പില് നമ്മൾ ഇത് എന്ത് ചെയ്യാം, നമുക്കത് പറയാനും നമുക്ക് ആവശ്യമുള്ള എന്താണെന്നുള്ളത് പറയാനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണെന്നുള്ളത് അവരൊക്കെ ഒന്ന്, അതായത് നമ്മളെ കുട്ടികളുടെ അടുത്താണെങ്കിലും നമ്മളെ പാർട്ട്ണറിന്റെ അടുത്തായാലും ഇതൊക്കെ നോക്കണം. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് മാത്രം ഇരുന്ന് കഴിഞ്ഞാല് എന്താണ്, ചിലപ്പോ അവരുടെ ഒരു രീതി അതൊക്കെ ആയിരിക്കും അല്ലെ, പലതായിരിക്കും. നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറി നോക്കുക. ഇപ്പൊ നമുക്ക് അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. നമ്മളെല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, സ്നേഹം കരുതല് അതുപോലെ തന്നെ എല്ലാം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല. അതെന്താന്ന് വെച്ചാല് ചില ആൾക്കാരുടെ നേച്ചർ വ്യത്യസ്തമായിരിക്കും അല്ലെ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോ അവർക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോ അവരെ മനസ്സിലാക്കി മാം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു നേച്ചർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ചിലപ്പോ അവർക്ക് പറഞ്ഞു കൊടുത്താലേ ഇത് അറിയാനുണ്ടാവുള്ളൂ.
കാരണം അവര് വന്ന ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോ ഇതാണ് ഈ ഒരു വാങ്ങൽ കൊടുക്കൽ. ഇതുണ്ടാവുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് നമ്മൾ എപ്പോഴും പറയാറില്ല അല്ലെ. നമ്മുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി, അങ്ങനെ പറയരുതെന്ന് നമ്മളപ്പോ പറയണില്ല. നമ്മൾ പറയുന്നത് എന്താണ്, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ പണ്ട് പറഞ്ഞതൊക്കെ എടുത്തു പറയാ. അപ്പൊ ക്ലിയർ ചെയ്ത് പോവാന്നുള്ളത്. അതുപോലെ നമ്മളുടെ പ്രവൃത്തി, കാരണം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഇപ്പൊ നമ്മളൊരു പാർട്ട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരായിട്ട് ഇത് പറയും സംസാരിച്ച് തീർക്കാനുള്ള ഒരു ഇതൊന്നും നമുക്കും ഉണ്ടാവില്ല. അപ്പോ ഇവരിൽ നിന്ന് ഇത് കാണുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവർ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മളും ചൂടായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവാം. അപ്പൊ അവിടെ ചിലപ്പോ ആളുടെ ഒരു രീതി അതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവാം നമുക്ക് ഇതൊക്കെ വിഷമമാണ് എന്നുള്ളത്. അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ തിരിച്ച് കിട്ടിയേക്കാം. എല്ലാം നമ്മളുടെ കണ്ണുകളിലൂടെ മാത്രം കാണുന്നതിന് പകരം മറ്റുള്ളവരുടെ. അതെ. ഹലോ, ഹായ്. ഷെജില മാം, അബ്ദുൽ റസാഖാണ്. സാർ പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ ചില ബാങ്കുകളൊക്കെ നമുക്ക് നല്ല ഓഫറുകളൊക്കെ തരാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന വലിയ വലിയ ഓഫറുകളായിരിക്കും. അപ്പൊ പല സമയത്തും ചിലപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിനെ ചിലപ്പോൾ നമ്മളങ്ങോട്ട് മിണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങോട്ട് സംസാരിക്കാതിരിക്കും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറേ നാളിന് ശേഷം എനിക്ക് അവരായിട്ട് കൂടുതൽ നമ്മളിങ്ങനെ അടുക്കുന്നത്. അപ്പൊ അവരുടെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാ. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താലാണ് ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു വലിയൊരു ഭയങ്കര റിലേറ്റബിൾ ആണ് പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അതെ, ഇപ്പൊ സാഹിർ സാർ ഇതിലൊരു കമന്റ് ചെയ്തു, നമ്മളുടെ കണ്ണുകളിലൂടെ കാണാതെ മറ്റുള്ളവരുടെ ഇതും കൂടെ. ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ നമ്മളുടെ രണ്ട് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും ആ ഒരു നേച്ചർ വ്യത്യാസമായിരിക്കും അല്ലെ. പക്ഷെ പരസ്പരം ഇവർക്ക് അറിയൂല. നമ്മൾ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ഊഹിക്കുകയാണ് അത് അങ്ങനെ ആയിരിക്കും. ചിലപ്പോ ചിലര് പെട്ടെന്ന് സംസാരിക്കാത്തവരായിരിക്കും, ചിലപ്പോ പെട്ടെന്ന് കമ്പനി ആവുന്നവരായിരിക്കും. ഇപ്പൊ നമ്മളെ കൂടെ നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോ തന്നെ ആളങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കാറില്ലേ. ചിലപ്പോ ഇയാളായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ നാം വിചാരിച്ച പോലെ ഇല്ലല്ലോ. ചിലവര് നല്ല പാവണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇവരായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കുറെ ആൾ കുറ്റം പറയുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യും. അതെ അതെ. അപ്പൊ നമുക്ക് വിചാരിക്കും അവരുടെ അടുത്ത് കുറച്ച് മുമ്പേ പരിചയപ്പെടേണ്ടതായിരുന്നു എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കുറെ തോന്നലുകൾ നമ്മളത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ടായിരിക്കും മറ്റുള്ളവരെ നമ്മൾ അല്ലേ. പിന്നെ അതെ, നമ്മള് എന്തായാലും കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൊടുത്തിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മൾ ചെയ്തു നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കാനായിട്ട് അല്ലെ തിരിച്ച്. അതെ അതെ അതെ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കുട്ടികളിൽ തന്നെയാണെങ്കിലും നമ്മൾ സ്നേഹം അങ്ങോട്ട് കാണിച്ചാലേ അവർ തിരിച്ച് ഇങ്ങോട്ട് കാണിക്കുള്ളൂ. അവരിൽ നിന്നിട്ട് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നല്ലൊരു റിലേറ്റബിൾ ആണ് ഈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്, സൈക്കോളജിക്കൽ. താങ്ക് യു. താങ്ക് യു സർ. കുട്ടികളുടെ ഒക്കെ കേസിൽ കൂടുതലും നമ്മൾ കാണാറുണ്ട്. കാരണം അവരൊക്കെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പാരന്റിങ്, അതിൽ നിന്നൊക്കെ ആയിരിക്കും കുട്ടികൾ കൂടുതലും ഈ പാരന്റ്സ് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു റെമഡിയൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ കുട്ടികളായിട്ട് കൂടുതൽ ഇടപഴകുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതലും കാണാറുണ്ട് അല്ലെ. അതായത് അവര് പാരന്റ്സിന്റെ അടുത്ത് ചിലപ്പോ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അനുസരണ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മളെടുത്ത് വരുമ്പോ നമ്മള് ഒരിക്കലും വേറൊരു കുട്ടീനെ അതുപോലെ ഷൗട്ട് ചെയ്യൊന്നും ചെയ്യൂലല്ലോ. അത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ തീരെ ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്, എത്ര കൂളായിട്ട് നമ്മൾ നിൽക്കുന്നോ
അതേപോലെ അവര് നമ്മൾ ഈ കുറച്ചു നേരെങ്കിലും ആ എത്ര നേരമാണോ നമ്മളടുത്ത് ഉണ്ടാവുന്നത് അത് ശരിക്കും നമുക്ക് അനുഭവമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ അവര് അതെ അതെ പണ്ടേ കേട്ടും കണ്ടും ഒക്കെ കണ്ടുവരുന്ന കുറെ സിറ്റുവേഷൻസ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അതായത് ഫാമിലിയിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആയിട്ടും. അപ്പൊ അതാണ് അവരെന്ത് കുട്ടികളാവുമ്പോ പെട്ടെന്ന് അതിനൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടാണല്ലോ വരിക. അപ്പൊ ആ ഒരു പ്രകൃതമായിരിക്കാം ചിലപ്പോ അവര് തിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരൊരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പാരന്റ്സ് എപ്പോഴും ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാരന്റ്സിൽ നിന്ന് കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതായിരിക്കും അവര് ഇപ്പൊ നമ്മുടെ മക്കളോട് നമ്മൾ ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ സ്ഥിരം ഒരു ടോണിൽ നിൽക്കുന്ന സമയത്ത് അവര് തിരിച്ച് എന്തേ ഒരു വിളി നമ്മളൊരു ഒന്ന് വിളിച്ചു, അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ എന്ന് ചോദിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ടോൺ അവരിൽ വരും. അത് ഉറപ്പായിട്ടും വരും. ഇപ്പൊ നമ്മളെ മക്കളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് അവര് നമ്മളെ വിളിക്കുമ്പോൾ എന്തേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരെ നമ്മൾ വിളിക്കുന്ന സമയത്തും ആ ഒരു ടോണിൽ തന്നെ ആയിരിക്കും കേൾക്കണുണ്ടാവുക. അതെ മാം, കറക്റ്റ് ആണ്. താങ്ക് യു ഷെജില മാം. ഈ ഒരു സ്റ്റീഫൻ കോവിയുടെ ഈ ഒരു മനുഷ്യബന്ധങ്ങളെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിനോട് ഈ ഒരു ഉപമ ഭയങ്കര റിലേറ്റബിൾ തന്നെയാണല്ലേ. നല്ലൊരു ആശയമാണിത്. നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പണം നിക്ഷേപിക്കാണ്ട് നമുക്ക് അതിൽ നിന്ന് എന്തായാലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ബന്ധത്തിൽ വിശ്വാസവും സ്നേഹവും സഹകരണവും ഒക്കെ ഇല്ലാണ്ട് നമുക്കൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ നമ്മള് സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ 1000 രൂപയാണ്, നമുക്ക് 10,000ന്റെ ആവശ്യമുണ്ട്. നമ്മൾ പോയിട്ട് എത്ര തലകുത്തി നിന്ന് പറഞ്ഞാലും ആ 10,000 നമുക്ക് കിട്ടൂല അല്ലെ. അതിലുള്ളത് ഉണ്ടാവേ ഉള്ളൂ. അപ്പോ പിന്നെ നമ്മള് നമ്മുടെ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്ന് വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു അല്ലെ, വേറൊരാളെ അക്കൗണ്ടിൽ നിന്ന് നമ്മള് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പറഞ്ഞിട്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ താൽക്കാലികമായിരിക്കും അല്ലെ. അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഫ്രീ ആയിട്ട് ആരെങ്കിലും തരുമോ? അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടോ അത് തന്നെയാണ് ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹം, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. ഫീഡ്ബാക്ക്? ഷെജില മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ല ക്ലാസ് ആയിരുന്നു. പറഞ്ഞതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഞാനിപ്പോ നമ്മളെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അത് ബാങ്ക് അക്കൗണ്ട് പ്ലസ് എനിക്കിപ്പോ റിലേറ്റ് ആയത് ലാസ്റ്റാണ് ഞാൻ കയറിയത്. ബാങ്ക് അക്കൗണ്ട് പ്ലസ് ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ്. ശരിക്കും എന്താ പറയാ, ഞാൻ പലപ്പോഴും ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ ആ ഗ്രൂപ്പ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഡെപ്പോസിറ്റ് അല്ല, വിഡ്രോവൽ എല്ലാം ഉണ്ട്. ബാങ്ക് മാത്രമല്ല, ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ച് അതിനൊരു മറുപടി ഉണ്ടാവും, A to Z കാര്യങ്ങളാണെങ്കിലും. കാരണം ആ ഒരു ഫ്രണ്ട് സർക്കിൾ ചിലപ്പോൾ ക്ലാസ് എടുത്ത ഷെജില മാമിനെ അറിയാം എന്താണ് സംഭവം, ഏത് സർക്കിളാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പരസ്പരം കാണാത്തവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങൾ പോലും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനും ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഭവങ്ങളും എൻ്റെ കണ്ണിലൂടെ എൻ്റെ ചിന്തകളിലൂടെ മാത്രം കാണുമ്പോഴായിരിക്കാം അത് വളരെ മോശം. ഒരു സിനിമയിലുണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഒരു സ്ഥലത്ത് മെട്രോയിലും അങ്ങനെ എവിടെയോ കിടക്കുന്നത്. അപ്പൊ ആരോ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് ഇടുകയാണ്, ഇയാള് കള്ളു കുടിച്ച് മദ്യപിച്ചിട്ട് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അയാള് എന്തോ ഒരു വല്ലായ്മ വന്ന് കിടന്നതാണ്. പക്ഷെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത ആളുടെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് അയാൾ മദ്യപിച്ച് അങ്ങനെ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ നമ്മുടെ കണ്ണുകളിലൂടെ മാത്രം കാണാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും ചിന്തകളിലൂടെയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ബാങ്കും നല്ല രീതിയിൽ ഡെപ്പോസിറ്റും വിഡ്രോവലും നടന്ന് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. 1000 എന്നുള്ള ബാലൻസ് 10,000-ത്തിലേക്കും ലക്ഷങ്ങളിലേക്കും കോടികളിലേക്കും എത്തും. എനിവേ, അടിപൊളി ക്ലാസ് ആയിരുന്നു.
താങ്ക് യു മാം. താങ്ക് യു സർ. സർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവും. അതില് എന്താണ് വീക്ക് പോയിന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മള് അധികം ആൾക്കാരോടൊന്നും സംസാരിക്കാണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ചേഞ്ച് ഉണ്ടാവൂല. ചിലപ്പോ അതായിരിക്കാം നമ്മളൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇതായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വൈഡായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു ഇത് ചിലപ്പോ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോ ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിളിന്റെ ഇടയിൽ നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോ എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വന്തം അഭിപ്രായം ചിലപ്പോൾ നമ്മൾ യോജിക്കുന്നതായിരിക്കൂല. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ആവാൻ പറ്റും. അത് നല്ല രീതിക്ക് തന്നെ അല്ലേ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ ആശയങ്ങൾ വരുമ്പോഴായിരിക്കും അത് ഇതിലും നല്ലതാണല്ലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിലും നല്ല കാര്യങ്ങളാണല്ലോ അത് എന്നുള്ളൊരു തോന്നൽ വരിക. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഗ്രോത്ത്, ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതെ അതെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടാവുക. അതെ. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ചേഞ്ച് ആവും. ചില ആൾക്കാരെ നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളില് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതും ഒരു ഡെപ്പോസിറ്റ് തന്നെയാണ്. പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ മാം. അതെ അതെ. എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. ഞാൻ ഇപ്പൊ 2-3 ദിവസമായല്ലോ അല്ലെ മഴയുടെ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും പല ബുദ്ധിമുട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും, കറണ്ട് ആളുകൾ കുറവാണ് 2-3-4 ദിവസമായിട്ട്. അതെ അതെ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള ഒരു ഇതാണ് 6 മണിക്ക് മുമ്പ് കഴിയുകയും ചെയ്തില്ലേ. അപ്പൊ എന്താ വെച്ചാൽ എത്ര പേരുണ്ടാവും അറിയില്ല. ഇപ്പൊ നമുക്ക് തന്നെ ആയാലും പലപ്പോഴും നല്ല നെറ്റ് പ്രശ്നം തന്നെയാണ്. അപ്പോ ഇത്രയും നേരം ഇതില് വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ചെറുതായിട്ടാണെങ്കിലും പവർഫുൾ ആണ് മാം. താങ്ക് യു. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. രത്നം മാം ആണോ അത്? അല്ല, കോമളവല്ലി. കോമളവല്ലി. ഒരു വോയിസ് കേട്ടത്. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം.